ഗൈസ്, ഞാൻ നിങ്ങളെ ഇന്ന് കാണിക്കാൻ പോകുന്നത് എൻ്റെ കുറച്ച് ഫോട്ടോസ് അല്ല, ഞാൻ കുറച്ച് പടങ്ങളൊക്കെ ഞാൻ വരച്ചിട്ടുണ്ട്. അതാണ് ഞാൻ നിങ്ങളെ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറേ ഇപ്പം ഞാൻ വല്യമ്മയുടെ വീട്ടിലാണ് നിൽക്കുന്നത്. ഇവിടെ ഞാൻ ഒരുപാടൊന്നും വരച്ചിട്ടൊന്നും വെച്ചിട്ടില്ല. ഞാൻ തിരുവനന്തപുരത്ത് വീട്ടിലാണ് ഞാൻ കുറേ വരച്ചൊക്കെ വെച്ചിട്ടുള്ളത്. അപ്പം ഞാൻ അവിടെ ചെന്നിട്ട് ഞാൻ നിങ്ങൾക്ക് എല്ലാം ഞാൻ കുറേ ഫ്രെയിം പോലെയൊക്കെ വരച്ചിട്ടുണ്ട്. കുറേ ചിത്രങ്ങളൊക്കെ കേക്ക് ബോർഡിലും പിന്നെ ബുക്കിലും അങ്ങനെയൊക്കെ ഞാൻ കുറേയൊക്കെ ചെയ്തിട്ടുണ്ട്. നമുക്ക് അതെല്ലാം ഞാൻ വല്യമ്മയുടെ വീട്ടിൽ ചെയ്തത് കുറച്ച്, അത് നമുക്ക് ആദ്യം ഇതൊക്കെ കാണാം. ഓക്കെ ഗൈസ്, ബാ. ഫസ്റ്റ് തന്നെ ഞാൻ ഈ ഒരു ഫ്രെയിമാണ് ചെയ്തേക്കുന്നത്. നമുക്കത് ഇങ്ങനെ വെക്കാനൊക്കെ പറ്റും. കണ്ടാ, നമുക്കിതാ ഇങ്ങനെ വെക്കാനൊക്കെ പറ്റും. നമുക്കിതാ ഇങ്ങനെ ഫ്രെയിം പോലെ ഇങ്ങനെ വെക്കാൻ പറ്റും. നമുക്കിങ്ങനെ വെക്കാം ഗൈസ്. ഞാൻ ഒരു പള്ളിയിലെ പോലെയാണ് ഞാൻ ചെയ്തേക്കുന്നത്. ഈ ഒരു പടം മാത്രമാണ് ഞാൻ യൂട്യൂബിൽ കണ്ടാണ് വരച്ചത്. പക്ഷേ ഈ ഒരു പടം മാത്രമാണ്, ഫ്രെയിമൊക്കെ ഞാൻ എൻ്റെ ഒരു ഐഡിയയിൽ ചെയ്തതാണ്. കണ്ടോ, നോക്ക്. അടുത്തതെന്ന് വെച്ചാൽ നമുക്ക് കേക്കൊക്കെ കിട്ടുന്ന ഒരു കേക്ക് ബോർഡ് ഉണ്ടല്ലോ, അതിനകത്താണ് ഞാൻ വരച്ചിരിക്കുന്നത്. ഇതെന്ന് വെച്ചാൽ പ്രിൻറ്റസ്റ്റിൽ കണ്ടതാണ്. ഇത് വേറൊരു ഷെയ്ഡായിരുന്നു. പക്ഷെ ഞാൻ വേറൊരു എൻ്റെ ഇഷ്ടമുള്ള കളറിൽ ഞാൻ ചെയ്തെടുത്തു. എന്നിട്ട് ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു ചരടൊക്കെ വെച്ച് ഞാൻ ഇങ്ങനെ കെട്ടി. അടുത്തതെന്ന് വെച്ചാൽ ഞാനൊരു ബുക്കിൽ വരച്ചേക്കുന്നത്. ഞാനൊരു ബുക്കിൽ ഒരു ഫോട്ടോസ്, കുറച്ച് ചിത്രങ്ങളൊക്കെ വരച്ചിട്ടുണ്ട്. അപ്പം അതാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ ഞാൻ ഇത് കാണിച്ചു തരാം. നോക്ക്, ഇതാണ് ഞാൻ കാണിക്കുന്നത്. ഇത് ഞാൻ പെന്ന് കൊണ്ട് വരച്ചേക്കുന്നതാണ്. എൻ്റെ ഒരു ഐഡിയക്ക് ഞാൻ വരച്ചതാണ്. ഞാൻ യൂട്യൂബിലെ പിൻട്രസ്റ്റിലോ ഒന്നും കണ്ടിട്ട് വരച്ചതല്ല, എൻ്റെ ഒരു ഐഡിയക്ക് ഞാൻ വരച്ചത്. അടുത്ത പെന്ന് കൊണ്ടിട്ടുള്ളത് ഡ്രോയിങ് ആണ്. അടുത്തതെന്ന് വെച്ചാൽ ഒരു ബുക്കുണ്ട്, എൻ്റെ ഒരു ബുക്ക്. അതിനകത്ത് ഞാൻ വരച്ചിട്ടുണ്ട് കുറച്ച് ചിത്രങ്ങൾ. ഇതൊക്കെയാണ് ഞാൻ കുറച്ച് വരച്ചേക്കുന്ന ചിത്രങ്ങൾ. ഇത് വാട്ടർ കളറാണ് ചിത്രം. അടുത്തതെന്ന് വെച്ചാൽ പെൻസിലുകൊണ്ട് വരച്ചേക്കുന്ന ചിത്രമാണ്. നോക്കൂ, പെൻസിലുകൊണ്ട് എനിക്ക് ഒരുപാട് വരയ്ക്കാനൊന്നും കഴിവില്ലെങ്കിൽ ഞാൻ പറ്റുന്ന പോലെ ഞാൻ ചെയ്തിട്ടുണ്ട്. അടുത്തതെന്ന് വെച്ചാൽ പെന്ന് വെച്ച് വരയ്ക്കുന്ന ചിത്രമാണ്. അടുത്ത് പെന്നിൻ്റെ ചിത്രമാണ്. ഫസ്റ്റ് തന്നെ ഞാനൊരു തുലിപ്സ്, പിന്നെ ഒരു ചെമ്പരത്തി, പിന്നെ ഒരു തുലിപ്സ്, ഇത്രയൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഞാൻ ഒരു നോട്ട്ബുക്ക് ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന നോട്ട്ബുക്ക്. സ്വന്തമായിട്ട് ഉണ്ടാക്കിയാണ്. എനിക്കിതാ ഇങ്ങനെ തുറക്കുന്ന നോട്ട്ബുക്കുകളാണ് എനിക്ക് കൂടുതലും ഇഷ്ടം. ഞാൻ നോക്കുക, ഇങ്ങനെ തുറക്കുന്നതാണ് ഞാൻ ഇട്ടേക്കുന്നത്. സ്വന്തമായിട്ട് ചെയ്തതാണ്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ പല കളർ പേപ്പേഴ്സും ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. പല കളർ പേപ്പേഴ്സ്, ഓറഞ്ച്, പിന്നെ ബ്ലൂ കളറ്, അങ്ങനെ ഒരുപാടൊന്നും ഇവിടെ ചെയ്ത് വെച്ചിട്ടില്ല. എന്ന് വെച്ചാൽ ഞാനൊരു ബോൾ പോലെ കുറച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു ഐസ്ക്രീം ബോളുണ്ടല്ലോ, അത് വെച്ച് ഞാൻ ചെയ്തതാണ്. നമുക്കിങ്ങനെ കളിക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്ത്. എൻ്റെ അമ്മ ചെയ്ത് തന്നതാണ്. കൊള്ളാമോ? ഇങ്ങനെയൊക്കെ കുറേയൊക്കെ ചെയ്തിട്ടുണ്ട്. അടുത്തതെന്ന് വെച്ചാൽ ഇങ്ങനെ ഇരുന്നപ്പം ഇത് ഞാൻ ചെയ്തേക്കുന്നത് മാവിലാണ്. മുരുകൻ്റെ ഒരു ഇതുണ്ടല്ലോ, ഞാൻ മറന്നു അതിൻ്റെ പേര്. ഞാൻ ഇതിന് മാവിലാണ് ചെയ്തേക്കുന്നത്. ബാക്കിലാണ്ട് ഒരു ബുക്കിൻ്റെ ചട്ട. ഇത് പിന്നെ ഈർക്കിലാണ് ചെയ്തത്. പെയിൻ്റ് അടിച്ച് വെച്ചേക്കുന്നു. ഇതിൻ്റെ മുകളിൽ നമുക്ക് വാർണിഷിന് എന്തെങ്കിലും ഇല്ല, അതുകൊണ്ട് ഞാൻ ഗ്ലൂ വെച്ചാണ് ഞാൻ എൻ്റെ മുകളിൽ വാർണിഷായിട്ട് ഒട്ടിച്ചേക്കുന്നത്. ഞാനിത് ഞാൻ വീഡിയോസ് എടുത്തത് ഒരുപാടൊന്നും പറ്റത്തില്ല എന്ന് വെച്ചാൽ ഇങ്ങനെ നേരെ കണ്ടോ, ഇങ്ങനെയൊക്കെയാണ് എടുക്കുന്നത്. ഇങ്ങനെ ഓരോ യൂട്യൂബറൊക്കെ ഓരോന്നൊക്കെ ഫോണൊക്കെ വെച്ചിട്ടല്ലേ എടുക്കുന്നത്. അപ്പം എൻ്റെ കയ്യിൽ അതൊന്നുമില്ല. ആദ്യമായിട്ടാണ്, എനിക്ക് ഒരുപാട് വ്യൂസും ഒന്നുമില്ല, ഞാൻ ആദ്യമായിട്ടാണ് ഇടുന്നത്. അപ്പം ഇതിങ്ങനെ വ്യൂസൊക്കെ കിട്ടുമെന്ന് വിചാരിക്കുന്നു. ഞാൻ പുതിയ ഓരോ വീഡിയോസും ഓരോ ലോങ് വീഡിയോസും ഷോർട്സും ആയിട്ട് കാണാം. ഓക്കെ, ബൈ ഫ്രണ്ട്സ്.